ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുലൂസ് വ്ളോഗിംഗ് കിച്ചണിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച് വെച്ച ചിക്കൻ കറി, തേങ്ങ വറുത്തരച്ച് വെച്ച ചിക്കൻ കറി. അതിനായി 2.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്, 5 സവാള അരിഞ്ഞ് വെച്ചതാണ്, 2 തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 1 മുറി തേങ്ങ ഇത് വറക്കാനുള്ളതാണ്, പിന്നെ കുറച്ച് ജീരകം കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി ഇത് ചതച്ച് പേസ്റ്റാക്കി ചേർക്കേണ്ടതാണ്. പിന്നെ പട്ട, പെരിഞ്ജീരകം, കുരുമുളക്, കറുവപ്പട്ട, മല്ലിപ്പൊടി, ഗ്രാമ്പു, പിന്നെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത് വറക്കാനുള്ള ചെറിയ ഉള്ളിയും തേങ്ങാക്കൊത്തും കൂടെ മുറിച്ച് വെച്ചത്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ഇട്ട് മഞ്ഞളും ഇട്ട് മിക്സാക്കി വെക്കണം. ഉപ്പ് പാകത്തിന്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം കേട്ടോ. ഇത് നല്ലപോലെ മിക്സാക്കി വെക്കണം. ഇത് ഉപ്പ് പിടിച്ചാകുമ്പോഴേക്ക് നമുക്ക് എന്താണെന്ന് അറിയാം, മസാലക്ക് വറക്കാൻ വെക്കണം. ഉപ്പ് പിടിക്കുമ്പോഴേക്കും നമുക്ക് മസാലയാക്കാൻ വെക്കാം കേട്ടോ. മസാലക്ക് അരക്കാം. തേങ്ങ വറുത്തരക്കാനുള്ളതാണ് കേട്ടോ. 1 മുറി തേങ്ങയാണ്. പിന്നെ കുരുമുളക്, ഒരു 3-4 വെളുത്തുള്ളി, കുറച്ച് സവാള, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കിത് വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കണം. നല്ലതുപോലെ ചോക്ക വറക്കണം. ഇത് നമുക്ക് വറുത്തെടുക്കണം. നല്ല വറക്കണം, നല്ല ചോക്ക വറക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം, അല്ലെങ്കിൽ വേഗം വറുത്തിട്ടാവില്ല. തേങ്ങ വറുത്ത് നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 2 വലിയ സ്പൂണ് മല്ലിപ്പൊടി, 2 വലിയ സ്പൂണ് കുരുമുളക് പൊടി, മുളക് പൊടി, പട്ട, ജീരകം, പെരിഞ്ജീരകം, ഗ്രാമ്പു എല്ലാം ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കുക. ഇളക്കി ഒരു 2 മിനിറ്റ് നല്ലപോലെ വറുത്ത മല്ലിയില വേണം. എന്നാലും കുറച്ചും കൂടെ വറുത്ത് നല്ല വറക്കണം. വറുത്തതിന് ശേഷം നമുക്ക് തണുത്തതിന് ശേഷം അരച്ച് വെക്കാം. ഇനി നമുക്ക് പാത്രം വെച്ച് നമുക്ക് ചിക്കൻ വേവിക്കാനാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം ഒഴിക്കണം. അതിലേക്ക് സവാള അരിഞ്ഞ് വെച്ചത്, സവാള നല്ല വെന്തതിന് ശേഷം നമുക്ക് തക്കാളി കൂടെ വഴറ്റാം. ഉള്ളി നല്ല വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ തക്കാളി ഇട്ട് ഇതുപോലെ വേവിക്കുക. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇടാം. കുറച്ച് ഉപ്പും കൂടി ഇടും. സവാള, തക്കാളി എല്ലാം വെന്ത് റെഡിയായി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഉപ്പ് വരട്ടി വെച്ച ചിക്കൻ ഇട്ടുക. നല്ലപോലെ ഇളക്കുക. ഇനി ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ച വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പേസ്റ്റാക്കി വെച്ചതാണ്. അതും കൂടി ഇതിനകത്ത് ഇട്ട് കൊടുക്കാം. നമ്മളെ ചിക്കൻ കറി വെന്ത് റെഡിയായിട്ടുണ്ട്. അതായത് കണ്ട ഒരൊറ്റ വെള്ളം ഞാൻ ഒഴിച്ചില്ല. ചിക്കൻ്റെ അകത്തെ വെള്ളം, ഇത് മൊത്തം വെള്ളമാണ്. ചിക്കൻ വെന്ത് നല്ല റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മസാല ഒഴിക്കാം. അരച്ച് വെച്ച മസാല ഒഴിക്കാം. ഇത് തേങ്ങ എല്ലാം കൂടെ വറുത്ത് അരച്ച് വെച്ചതാണ്. ഇനി ഇത് നല്ലപോലെ തിളക്കണം. ഇനി
കുറച്ച് കുരുമുളക് വറുത്ത് പൊടിച്ച് വെച്ചതാണേ. കുറച്ചും കൂടെ ചിക്കന് കുരുമുളക് നല്ലതല്ലേ, അത് കുറച്ചും കൂടി ഇടുന്നത് നല്ലതാണ്. കുറച്ച് കരിവേപ്പിലയും കയറി നമുക്കിത് വാങ്ങി വെക്കാം. പിന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയിൽ വറുത്തത്, അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത്, തേങ്ങാക്കൊത്ത്. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിക്കാം. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറി റെഡിയായി. എല്ലാവരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയ വീഡിയോ കാണാൻ ഒരു ബെൽ ബട്ടൺ കൂടി അമർത്തണേ. ഓക്കെ, ബൈ.